നമ്മൾ രാവിലെ ശതാവരി പറിക്കാനായിട്ട് വന്നതാണേ. നമ്മുടെ വീടിൻ്റെ മുകളിലത്തെ മലയില്ലേ, അവിടെ തന്നെയാട്ടോ വന്നിരിക്കുന്നത്. വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് കയറി വന്നാൽ മതി. പക്ഷെ നല്ല കുന്നായിട്ട് കിടക്കുന്ന സ്ഥലമായിട്ടോ, നല്ല പുല്ലൊക്കെ ആയിട്ട്. അപ്പോൾ കുറച്ച് ചെറിയൊരു പുല്ലൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുവാണ്. അപ്പം ശതാവരി പറിക്കാനായിട്ട് വന്നത്. നമ്മൾ ശതാവരി അന്വേഷിച്ച് കുറേ സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ട്. ആ സമയത്ത് ഇവിടെ നല്ല ഹൈറ്റിൽ കാടായിരുന്നു, എന്നെക്കാടി ഹൈറ്റിട്ടായിരുന്നു. അത് ഈ കൂറമുള്ളെന്ന് പറയും, ഭയങ്കര മുള്ള. ആ ഒരു മുള്ളും പിന്നെ ഈ ഒരു പുല്ലുമായിരുന്നു കേട്ടോ. മൊത്തം നിറയെ പന്നികളുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ സമയത്ത് ഇവിടെയൊന്നും ശതാവരി ഉണ്ടെങ്കിൽ പോലും കാണാനായിട്ടോ അല്ലെങ്കിൽ അത് കാണത്തുമില്ലായിരുന്നു, വന്ന് പറിക്കാനും പറ്റത്തില്ലായിരുന്നു. നമുക്ക് ഇടയിൽ കൂടെ നമ്മൾ മുകളിലോട്ട് കയറി പോകണമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു വഴിയുണ്ട്, അതിൽ കൂടെ ഒന്ന് നൂഴ്ന്നൊക്കെ ഒന്ന് പോകണം. എന്ന് വെച്ചാൽ ഈ പന്നികളൊക്കെ പോണ പോലെ മോൾക്കാടൊക്കെ ഉണ്ടാവും, അടിയിൽ കൂടെയൊക്കെ വലിഞ്ഞ് നൂന്നൊക്കെ പോകേണ്ടി വരും. ഇവിടെ നല്ല കാറ്റ് കിട്ടുന്ന സ്ഥലമാട്ടോ, നന്നായിട്ട് കാറ്റടിക്കും. അപ്പോൾ ഇവിടുത്തെ ഈ പറമ്പിൻ്റെ ഓണർ ചേട്ടൻ എന്തൊക്കെയോ കുറച്ച് ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊന്നുമില്ല, ഇപ്പോൾ ഒന്നുമില്ല. ഫുള്ള് വെറുതെ പുല്ല് മാത്രമായിട്ട് കിടക്കുവാണേ. ഇപ്പോൾ പുല്ല് കാടൊക്കെ ഒന്ന് വെട്ടിയിട്ടുണ്ട് ഇവിടെ. എന്നാൽ ശതാവരി പറിക്കാനായിട്ട് വന്നാട്ടോ. നമ്മുടെ വീണ്ടും നേരെ മുകളിലുള്ള സ്ഥലമാണിത്. അപ്പോൾ ശതാവരി ഇപ്പോൾ നന്നായിട്ടായിട്ടുണ്ട്. കാടൊക്കെ വെട്ടി കഴിഞ്ഞപ്പോഴത്തേക്കൊന്ന് മഴയൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് ശതാവരി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിറയെ ഉണ്ടായിട്ടുണ്ട്. ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഹോസ്പിറ്റലിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫുള്ള് എന്നും പോക്ക് തന്നെയായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും വയ്യായിരുന്നു. തനുവിന് പിന്നെ ഒരു പ്രാവശ്യം കൊണ്ട് കാണിച്ചപ്പോൾ തന്നെ ശരിയായിട്ടുണ്ടായിരുന്നു. ഋഷിക്കൂട്ടനെ കൊണ്ട് കാണിച്ചിട്ട് അങ്ങോട്ട് മാറുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവന് നന്നായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു. 3 മാസമല്ലേ ആയിട്ടുള്ളൂ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, നമ്മൾ വിഷുവിന് ഈസ്റ്ററിനൊക്കെ ഹോസ്പിറ്റലിലായിരുന്നു എന്ന്. അപ്പോൾ അത് മാറുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവനെ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ട് നമ്മളാണെങ്കിലും ഇവിടെ നിന്ന് മണ്ണാർക്കാട് ഒക്കെ പോയിട്ടാട്ടോ ഹോസ്പിറ്റലിൽ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴത്തേക്ക് പാലും നന്നായിട്ട് കുറയുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ എന്താ പറയുക, നമ്മളെ വീട്ടിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, യാത്രയൊക്കെ ചെയ്ത് എന്താ അങ്ങനെ കുറയണേന്ന് അറിയില്ല, ഒരു കുറവ് വരുന്നുണ്ട്. അപ്പോൾ ശതാവരി എന്നാൽ അപ്പം ഇനി എന്നും ഡെയിലി കഴിക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഇടയ്ക്ക് ഒക്കെ കഴിക്കലുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം നിറയെ ശതാവരിയുണ്ട്. അപ്പോൾ ഇതിൽ കിഴങ്ങുണ്ടോയെന്നൊന്നും അറിയില്ല, പറിച്ച് നോക്കാം കേട്ടോ. പിന്നെ നമുക്കിപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ വന്നിരിക്കുന്നത്. ഒരുപാട് പേര് അട്ടപ്പാടി കാണാനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അട്ടപ്പാടിയിൽ എവിടെ കാണാൻ നല്ല സ്ഥലങ്ങളെന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ എന്താ വെച്ചാൽ നമ്മളെപ്പോഴും കാണുന്ന ഈ മലയും കുന്നും ഇതൊക്കെയാണ്. പക്ഷെ വരുന്നവർക്ക് അത് ഇഷ്ടമാവുമോ ചിലപ്പോൾ, അത് കാണാനായിട്ടാണ് വരുന്നത്. എനിക്ക് കുറച്ചൊക്കെ ഞാൻ ചോദിച്ചു നോക്കാറുണ്ട്. അപ്പം കാണാൻ പറ്റിയ സ്ഥലങ്ങൾ, സ്പോട്ടുകൾ ഏതൊക്കെയാണെന്ന് പറയും. ഇവിടെ ചെറിയ വെള്ളച്ചാട്ടം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷേ വേനലൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ അടുത്തൊന്നും ഞാനവിടെ പോയിട്ടില്ല. എപ്പോഴെങ്കിലും പറ്റുവാണെങ്കിൽ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ, അട്ടപ്പാടിത്തെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. കൂടുതലായിട്ട് എന്താ പറയുക, നമ്മളെപ്പോഴും കാണുന്ന ഈ മലകളൊക്കെയാണ്, അതിപ്പോൾ വരുന്നവർക്കൊക്കെ ഇഷ്ടമാവുമോ എന്നുള്ളൊരു ഇതുണ്ട് കേട്ടോ. എന്നാൽ ഞാൻ കൂടുതലായിട്ട് അതിനെപ്പറ്റിയൊന്നും പറഞ്ഞു തരാത്തത്. ഞാൻ സ്ഥലങ്ങൾ കാണിച്ചു തരുമ്പോൾ അറിയുമല്ലോ ഇഷ്ടമാവോ ഇഷ്ടമല്ലേ. അപ്പോൾ അതൊക്കെ കാണാനായിട്ടാണെന്നുണ്ടെങ്കിൽ താല്പര്യമുള്ളവർ വായോ. അതായത് നമ്മൾ ശതാവരി പറിക്കാൻ വേണ്ടി ഒരുപാട് സമയമായി ഒന്ന് സംസാരിച്ച് നിന്നിട്ട്. കാടൊക്കെ വെട്ടി പുല്ലൊക്കെ ഇപ്പോൾ കുറച്ചിങ്ങനെ ചെറിയൊരു ഹൈറ്റിൽ വളർന്ന് വന്നിട്ടുള്ളൂ കേട്ടോ. കാണാൻ നല്ല രസമാണേ, നല്ല കാറ്റും ഉണ്ടാവും. അസ്തമയമായാലും ഉദയമായാലും ഇവിടെ നിന്ന് കാണാൻ നല്ല ഭംഗിയാണ് നമ്മുടെ മലയിൽ നിന്ന്. പക്ഷേ അത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഫുള്ള് കാടാവും കേട്ടോ. കുറച്ച് നാളൊക്കെ തന്നെ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. പക്ഷേ കഴിഞ്ഞാൽ നല്ല ഹൈറ്റിൽ വേഗം വളരും. ഒരു മഴയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ശതാവരി ഉണ്ടോ. ഇത് രണ്ടാമത് ഒന്ന് കാടൊക്കെ വെട്ടിപ്പോയിട്ട് മുളച്ച് വന്നേക്കുന്നതാണ്. ഇതിൻ്റെ ഇടയിൽ എന്തോരം കിഴങ്ങ് ഉണ്ടാവുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്കൊന്ന് പറിച്ച് നോക്കാം. പക്ഷെ നിറയെ ശതാവരി ഉണ്ട് കേട്ടോ ഈ പറമ്പിൽ. കിഴങ്ങ് മിക്കവാറും കുറവാവാനാ ചാൻസ്. ഇനി നന്നായിട്ട് ഇത് വള്ളിയൊക്കെ വളർന്നു വന്നാൽ ചിലപ്പോൾ കിഴങ്ങ് കിട്ടത്തുള്ളേ. നമുക്കിത് എന്തായാലും ഒന്ന് പറിച്ച് നോക്കാം. നല്ല പുല്ല് കയറി കിടക്കുന്ന സ്ഥലമാണ്, ഭയങ്കര ഉറപ്പുമാണ് മണ്ണിന്. ശതാവരിത്തെ ഉണ്ണിയായിട്ട് കളിച്ചെടുക്കുക കേട്ടോ. അത് ഉള്ളിലേക്ക് ഇങ്ങനെ പോയിട്ടുണ്ട്. സാധാരണ മുകളിലായിട്ട് പടർന്നുണ്ടാവും. അപ്പോൾ നന്നായിട്ട് കളിച്ചെടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഉണ്ണിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. എന്ത് കിഴങ്ങ് കിട്ടണം കേട്ടോ. അപ്പോൾ നമുക്ക് 2-3 കിഴങ്ങുണ്ടെങ്കിൽ കുടിക്കാൻ പറ്റും. തീരെ നാര് പോലത്തെ ആണെങ്കിൽ നമ്മൾ അത് അരച്ചാലും അതിൽ നിന്നൊന്നും പ്രത്യേകിച്ച് കിട്ടാൻ ഉണ്ടാവില്ല. ഈ കാണുന്ന വേരൊക്കെ ശതാവരിയുടെ വേരാണ് കേട്ടോ. പക്ഷെ അത് അങ്ങോട്ട് പടർന്ന് കിടക്കുമായിരുന്നു. അപ്പോൾ കുറേ പൊട്ടിപ്പോയിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയെടുക്കാം. മണ്ണ് പൊട്ടിയിട്ട് അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയെടുക്കാം. ഒറ്റ നീളത്തിലങ്ങനെ കിട്ടിയിട്ടില്ല കേട്ടോ നമുക്ക്. പുല്ലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ അങ്ങനെ വളർന്നു പോയിട്ടാന്ന് തോന്നുന്നേ. ശതാവരിയും പറിച്ച് നമ്മൾ 2-3 കോവയ്ക്കയും കൂടെ പറിച്ചിട്ട് പോകാൻ വന്നു കേട്ടോ. 2-3 നല്ല കുറച്ച് കോവയ്ക്കുണ്ട്.
സിന്ധു ചേച്ചിയുടെ അവിടെ സിന്ധു ചേച്ചി നട്ടിരുന്ന കോവയ്ക്കായിരുന്നേ. കോവയ്ക്കായിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് പറയുമായിരുന്നു പറിക്കാൻ. അപ്പോൾ ഇതിന് മുന്നേ ആയപ്പോൾ നമ്മൾ പിന്നെ വന്നില്ല, സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സിന്ധു ചേച്ചി തന്നെ പറിച്ചിട്ട് തോരൻ വെക്കുക, ആർക്കോ കൊടുക്കുക എന്താ ചെയ്തു. അപ്പോൾ രണ്ടാമത് പായപ്പം വീണ്ടും പറഞ്ഞതാണ്. കോവലൊരുവിധം പോയി തുടങ്ങിയിട്ടുണ്ട്, വള്ളി ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു തോരൻ വെക്കാനുള്ള കോവയ്ക്കുണ്ട്. അത്യാവശ്യം ഉണ്ട് കേട്ടോ കോവയ്ക്ക. കുറച്ച് ചെറിയൊരു പന്തലാണ്. കോവയ്ക്ക പറിച്ചെടുക്കുക കേട്ടോ. നമ്മൾ ഇച്ചിരി വൈകി, 3-4 ദിവസമായി പറയുന്നു. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ പോകുന്ന തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടേ വന്ന് പറിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നീളം കോവയ്ക്കാണേ. ഞാനിവിടെ ഈ ഉണ്ടക്കോവയ്ക്കില്ലേ, ഒരു ഉരുണ്ടിരിക്കും, അങ്ങനത്തെ കോവയ്ക്ക നടാറുണ്ട്. നീളം കോവയ്ക്കാണ്. ഇതുണ്ട്, നമുക്ക് ഇപ്പോൾ തന്നെ ഒരു കൊട്ട കോവയ്ക്ക ആയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കോവയ്ക്ക ഉണ്ടേ. ഒരു കൊട്ടയൊക്കെ നമുക്ക് ധാരാളമാണ്. നമുക്ക് കറി വെക്കാനായിട്ടേ കുറച്ച് ചീരയും കൂടെ എടുക്കാം കേട്ടോ. ചീര ആയിട്ടുണ്ട്. നമ്മൾ ഈ ഇടയ്ക്ക് നട്ട ചീര കേട്ടോ ഇതൊക്കെ. നട്ടിട്ട് മഴ പെയ്ത് കുറേ പോയി, അതിൽ കുറേ ചീര നന്നായിട്ട് വന്നു. അങ്ങനെയൊക്കെയുള്ള ചീരകളാണ്. ചുവപ്പുണ്ട്, പച്ചയുണ്ട്. ചുവപ്പ് നേരത്തെ നട്ടതൊക്കെ കേട്ടോ. എല്ലാം പറിച്ചെടുക്കുന്നുണ്ട്. ഒരു തോരനുള്ളത് അല്ല, ഒരു കറിക്കുള്ളത് കിട്ടും. പരിപ്പിട്ട് നമുക്ക് കറി വെക്കാം. നമ്മളിന്ന് 2-3 കളർ ചീര നട്ടിട്ടായിരുന്നില്ലേ, ചുവപ്പ്, പച്ച, പിന്നെ 2 കളറുള്ള ഇല. അതിൽ പച്ചച്ചീര മാത്രമേ നന്നായിട്ട് വന്നിട്ടുള്ളേ. എൻ്റെ ചീരയൊക്കെ ഉണ്ട്. പക്ഷെ മഴയൊക്കെ പെയ്തപ്പോഴത്തേക്ക് ആകെ ഇങ്ങോട്ടൊരു ഒരു വളർച്ച അത്ര സുഖമില്ല, മുരടിച്ച് പോയ പോലെ നിൽക്കുക. കുറച്ച് ചുവന്ന ചീരയുണ്ട്. ഇതിൻ്റെ ഇലക്കൊക്കെ ചെറിയ ഇങ്ങനെ പുള്ളി ഒരു പാട് പോലെയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പറിക്കാം. അല്ലെങ്കിൽ നിർത്തി കഴിഞ്ഞാലേ മൂപ്പ് ഒരുപാടായി ചിലപ്പോൾ സുഖമില്ലാത്ത കളർ തന്നെ മാറിയപ്പോൾ എന്തോ പോലെ ഉണ്ട് കാണുമ്പോൾ. ചീരയും നമ്മുടെ ശതാവരിയും കോവയ്ക്കൊക്കെ കൊണ്ടുവന്നിട്ട് എല്ലാം ഒന്ന് കഴുകിയെടുക്കാൻ. ചീരയും ശതാവരിയാണ് കേട്ടോ നന്നായിട്ട് വെള്ളത്തിൽ നിന്ന് കഴുകിയെടുക്കേണ്ടത്. ഇത് പച്ചച്ചീര മാത്രം. ഉള്ളിൽ മണ്ണും ചെളിയൊക്കെ ഉണ്ടെങ്കിലേ നന്നായിട്ടൊന്ന് ഞെക്കി കിളറിയ സമയത്ത് അത് മൊത്തം പൊക്കോളിയേ. ചീര പറിച്ച കൊട്ടയിൽ തന്നെയായിരുന്നു കേട്ടോ കോവയ്ക്കുണ്ടായിരുന്നത്. പിന്നെ എല്ലാം കൊണ്ടുവന്നും കഴുകി കൊണ്ടുവന്ന് വെച്ച് കൊണ്ടുവന്നാ. ചീരയുടെ സൈഡിൽ തന്നെ ഇടാം കേട്ടോ. ഞാൻ ശതാവരിയും കൂടെ ഈ കൊട്ടയിലൊന്ന് കഴുകിയെടുക്കാം. ഈ ശതാവരി നന്നായിട്ട് മണ്ണ് പിടിച്ചതൊന്നും പോകണമെങ്കിൽ ഭയങ്കര പണിയാണ് കേട്ടോ. തോട്ടിലാണെങ്കിൽ നമുക്ക് വേഗം കഴുകിയെടുക്കാം. അല്ലെങ്കിൽ എന്തോരം സമയം എടുക്കുന്നില്ല നമ്മൾ വീട്ടിലൊന്ന് കഴുകിയെടുക്കാനായിട്ട്. കൊട്ടയിലിട്ട് അങ്ങോട്ട് നന്നായിട്ട് തിരിഞ്ഞ് കഴുകുക. വേഗം ചെളിയൊക്കെ പൊക്കോളും. മറ്റത് ഒരുപാട് വെള്ളം എടുത്ത് കഴുകി നമ്മൾ മുടക്കിടാകുമ്പോൾ വേഗം വൃത്തിയാവേ. കോവയ്ക്ക അരിയണം, ചീര അരിയണം, ശതാവരി കുറച്ച് പാലിൽ അരച്ച് കാച്ചി കുടിക്കണം. പോട്ടെ. ഇത് നമ്മൾ അന്ന് നട്ട ചോളം കേട്ടോ. വഴിയിലൊക്കെയാണ് ചോളം നട്ട്. ചോളം ആയിട്ടുണ്ട്, അത്യാവശ്യം വളർന്ന് വന്നിട്ടുണ്ട്. കായ വന്നിട്ടില്ല കേട്ടോ. ചോളവും ബീട്രൂട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ഓരോന്നൊക്കെ ആയിട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. ചോളം കുഴപ്പമില്ല, എല്ലാം മുളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മുകളിലും ചോളം ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ പച്ചക്കറി നട്ട് മടുത്തു. അതൊന്നും മഴ പെയ്തിട്ടൊന്നും കിട്ടുന്നില്ല. ഇപ്പോൾ മുളച്ച് വരുന്നില്ല. ഈ മഴയൊക്കെ മാറട്ടെ, എന്നിട്ട് പച്ചക്കറി നടാം. രാവിലെ തന്നെ വിറകെടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒന്ന് വല്യമ്മയും പിന്നെ അവിടെ ചേച്ചി ആട്ടോ അവിടെയുള്ള അമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ആഞ്ഞിലിയുടെ കഷ്ണമാണ്. അത്യാവശ്യം വെയിറ്റുള്ള അടിയിട്ട കഷ്ണങ്ങളാണ്. അത് മുറിച്ചിട്ടേക്കുന്നതായിരുന്നു കേട്ടോ. ആദ്യത്തെ ഇപ്പോൾ അടിഭാഗത്ത് ചോടൊക്കെ കുറച്ച് കൊണ്ടേ വെയിറ്റ് ഉണ്ട് അത്യാവശ്യം. പിന്നെ നമ്മുടെ ഇവിടെ ഇങ്ങനത്തെ പണികൾക്കൊക്കെ ചേച്ചിമാരെ തന്നെ ആട്ടോ വിളിക്കാറ്. അവർ വന്ന് ചെയ്യും. അമ്മയും ചെയ്യാറുണ്ട് കേട്ടോ. അത്യാവശ്യം അവരൊക്കെ നല്ല പണിയെടുക്കുന്നവരാ. ചെറുപ്പം മുതലേ ഒരു 10-12 വയസ്സ് മുതലേ കൂലിപ്പണിക്ക് പോലും ചുമടെടുക്കാനും എല്ലാ പണികൾക്കും പോയിട്ട് നല്ല പരിചയമുള്ളവരാണ് കേട്ടോ. അവർ വെയിറ്റ് എടുക്കുകയും ചെയ്യും. പിന്നെ കുറച്ച് കവുങ്ങ് മുറിച്ചതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം
എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ. പിന്നെ കുറേ മുകളിലും കൊണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ചെറിയ മരങ്ങളൊക്കെ മുറിച്ചതും ഉണ്ടായിരുന്നു കേട്ടോ, ഉണങ്ങിപ്പോയ മരങ്ങളൊക്കെ. അപ്പോൾ അതും ഇനി റോഡിൻ്റെ അങ്ങോട്ട് കയറ്റിയിടണം. നമ്മൾ സാധാരണയായിട്ട് കോടാലിക്ക് വെട്ടി പൊളന്നെടുക്കുക കേട്ടോ ചെയ്യാം. ഇപ്പോൾ കുറച്ച് അധികം വിറകുള്ളതുകൊണ്ട് മെഷീൻ കൊണ്ടുവന്നിട്ട് വണ്ടിയുണ്ട്, അത് വന്നിട്ട് മെഷീനുണ്ട്, അത് വെച്ചിട്ട് വിറക് കൊത്തി കീറും കേട്ടോ. അതാകുമ്പോൾ നന്നായിട്ട് നമുക്ക് ഏത് വലുപ്പത്തിലാണോ വേണ്ടത് ആ വലുപ്പത്തിൽ ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് തന്നെ മൊത്തം കീറി തരും കേട്ടോ. അപ്പോൾ അങ്ങനെ വിളിക്കാമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ റോഡിൻ്റെ സൈഡിലോട്ടാട്ടോ കൊണ്ടിടുന്നത്. പിന്നെ അവിടെ നിന്ന് കീറി കഴിഞ്ഞിട്ട് വിറക് കീറി കഴിഞ്ഞിട്ട് അത് പിന്നെ നമ്മുടെ വീട്ടിലോട്ട് ചുവന്നുകൊണ്ട് കഴിക്കാനായിട്ട് പോവുകയാണേ. പുട്ടും പഴമാണ് കേട്ടോ കഴിക്കാനായിട്ട്. ചായയും വെച്ചു. ഇപ്പോൾ കഴിക്കട്ടെ, ഇനി കഴിച്ചിട്ട് വേണം കറി വെക്കാൻ നോക്കാനായിട്ട്. ഇനി ചീര അരിയണം, കോവയ്ക്കൊക്കെ അരിയണം, കറി വെക്കാൻ നോക്കാം. എന്നിട്ട് ഏർമാടൊന്ന് അടിച്ച് വൃത്തിയാക്കട്ടെ. ഫുള്ള് പൊടിയുമാണ്. ആ മുകളിലത്തെ പുല്ലിൻ്റെയൊക്കെ കുറേ പൊടിയൊക്കെ താഴെ വീണ് കിടക്കുവാണ്. ഒന്ന് വൃത്തിയാക്കണമെന്ന് കുറേ ദിവസമായിട്ട് വിചാരിക്കുക. ചൂല് വെച്ചിട്ടെന്നാൽ മുളയുടെ ഇടവഴിയും സൈഡും എല്ലാം ഒന്ന് അടിച്ച് വൃത്തിയാക്കണം. മൊത്തം പൊടിയായിട്ട് കിടക്കുക. ഒന്ന് പോയിട്ട് അടിച്ച് വൃത്തിയാക്കാം കേട്ടോ. മാവും കമ്പൊക്കെ വളർന്നു വന്നിട്ടുണ്ട്. കുറേ പറിച്ച് കളഞ്ഞു ഇതിൻ്റെ അകത്തുനിന്ന്. കുറേ കമ്പും അടിയിൽ നിന്ന്. ഇത് ഇവിടുത്തെ 2-3 കമ്പും പോയിട്ടുണ്ട്. പിന്നെ മൊത്തം പൊടിയായിട്ടുണ്ട്. അണ്ണാനും മലയണ്ണാനൊക്കെ, എനിക്ക് മലയണ്ണാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അണ്ണാനൊക്കെ സ്ഥിരം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവാറുണ്ട്. ഈ പുല്ല് പൊടിഞ്ഞിട്ടേ ഈ കിളിയും അണ്ണാനൊക്കെ കൂടി വെച്ച് അവർ കുറേ പൊടിച്ചിടുന്നതും പിന്നെ അവരെന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് കൊണ്ടിടും കേട്ടോ. നമ്മൾ കയറുന്നില്ലെങ്കിൽ മഴയൊക്കെ ആയാൽ നമ്മൾ കയറുന്നത് വളരെ കുറവായിരിക്കും. വേനലും ചൂടൊക്കെ ആവുന്ന സമയത്താണ് കൂടുതലും കയറുക. അപ്പോൾ അവർ നമ്മളില്ലാത്ത സമയത്ത് അവരായിരിക്കും ഇതിൽ താമസിക്കുന്നത്. അവരുടെ കുറേ സാധനങ്ങളും കൊണ്ടിടുന്നത് അതും ഇതൊക്കെ ആയിട്ടുണ്ടാവും. ഉണ്ണിയേട്ടൻ്റെ ഒരു ഫ്രണ്ട് തന്ന ഡ്രോണാണ്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ അതൊന്ന് പറത്തിയൊക്കെ നോക്കാറുണ്ട്. വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല കേട്ടോ. ചെറുതായിട്ടൊക്കെ ഇതിനെപ്പറ്റി ഒരു ധാരണയുള്ള പോലെ ഞങ്ങൾ ഇടയ്ക്ക് നോക്കാറുണ്ട് കേട്ടോ. നമുക്ക് ഈ മുകളിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നമ്മുടെ വീടും ആ സ്ഥലവും പറമ്പും കാടൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. താഴെ നോക്കുമ്പോൾ അത്ര അങ്ങനെ ഭംഗിയായിട്ടൊന്നും തോന്നാറില്ല കേട്ടോ. നമ്മുടെ ഏർമാടം വീടിനോട് ചേർന്ന് തന്നെ മുറ്റത്തിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഉള്ളത്. ചുറ്റും ഒരുപാട് മരങ്ങളുണ്ട്. റോഡിന് ഇപ്പുറത്താണ് കേട്ടോ ഈ കാണുന്ന മരങ്ങളൊക്കെ. എന്നാൽ പോലും ഒരുപാട് ചോലയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഏർമാടം അങ്ങനെ ദൂരം നോക്കിയാൽ കാണത്തില്ല. റോട്ടിൽ കൂടെ പോകുമ്പോൾ കറക്റ്റ് നമ്മുടെ ഏർമാടം കാണാനായിട്ട് പറ്റുവേ. അപ്പോൾ കുറച്ച് ഹൈറ്റിലായിട്ട് ഇങ്ങനെ പറത്തി നോക്കാമെന്ന് പറഞ്ഞ് ഉണ്ണിയേട്ടനൊന്ന് പറത്തി നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നേ. നമ്മുടെ വീടിനോട് ചേർന്ന് തൊട്ടടുത്ത് തന്നെ വേറൊരു വീടും കൂടി ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്കതിങ്ങനെ കാണത്തില്ല. അവിടെയൊക്കെ ഇങ്ങനെ മരങ്ങളും കാടൊക്കെ ആയതുകൊണ്ട് അതിരും കൂടെയാണ്, അതുകൊണ്ട് അങ്ങനെ കാണത്തില്ല. പിന്നെ നമ്മുടെ വീടിൻ്റെ മുകളിലോട്ട് കുറച്ച് സ്ഥലത്തുണ്ടോ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മുടെ പറമ്പോട്ട്. അതിൻ്റെ മുകളിലോട്ട് പിന്നെ ഒന്നുമില്ലാതെ കിടക്കുന്ന സ്ഥലമാണ്. നമ്മളിന്ന് രാവിലെ ശതാവരിയൊക്കെ പറിക്കാൻ പോയില്ലേ, ആ മുകളിലോട്ടുള്ള പറമ്പോട്ട്. അവിടെ ഇപ്പോൾ കാട്, ഭയങ്കര കാടായിരുന്നേ. ആ കാടൊക്കെ വെട്ടി ഇപ്പോൾ ഒരുവിധം വൃത്തിയാക്കിയിട്ടുണ്ട്. അവിടെയാണ് ചെറിയ പുല്ലൊക്കെ ഇങ്ങനെ മുളച്ച് വന്നേക്കുന്നത്. നമ്മുടെ വീടിൻ്റെ അടുത്ത് പിന്നെ കുറച്ചും കൂടെ പോന്നു കഴിഞ്ഞാൽ വേറൊരു വീട് കാണുന്നത് കേട്ടോ. ഇനി കുറച്ചുകൂടെ പോയി സിന്ധു ചേച്ചിയുടെ വീട്, പിന്നെ ഒരു 5-6 വീടും കൂടെ ഉണ്ട് അവിടെ. അതോടെ കൂടി കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ മുകളിലോട്ട് പിന്നെ ഫോറസ്റ്റാണ്. പിന്നെ ഇതിലേ ഇങ്ങനെ പോയാൽ നമ്മുടെ തോടിന് അക്കരയ്ക്കുള്ള റോഡും കൂടി ഉണ്ട്. അപ്പോൾ അവിടെ കണ്ട ഒരു മരം, ആ മരത്തിലാണ് കേട്ടോ നമ്മുടെ ജിയോയുടെ നെറ്റിന് വേണ്ടിയിട്ടുള്ള ഫൈബറൊക്കെ വെച്ചേക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ടാട്ടോ രാവിലെ ശതാവരി പറിക്കാനായിട്ടും പോയത്. പിന്നെ നമ്മുടെ വീടിൻ്റെ അപ്പുറ സൈഡിൽ നല്ല പച്ച കളറിൽ കാണുന്നത് അവിടെ വാഴ വെച്ചിട്ടുണ്ട് കേട്ടോ. തൊട്ടപ്പുറത്തെ വീട്ടിലത്തെ ചേട്ടനാട്ടോ വാഴ വെച്ചേക്കുന്നത്. നമ്മുടെ വീടിൻ്റെ തൊട്ട് മുന്നിലായിട്ട് റോഡുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പറമ്പാണ് കേട്ടോ. കണ്ടമുണ്ട്, പറമ്പുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ താഴെയായിട്ടാണ് ഈ തോട് വരുന്നത്. നമ്മളെ ലാസ്റ്റ് ചോളെല്ലാം കൂടെ ഒരുമിച്ച് ഒരു ദിവസം ഒടിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ലേ. അതെന്ന് വെച്ചാൽ അത്യാവശ്യം അതിന് മൂത്തതൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ പിന്നെ അത് പുഴുങ്ങാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് മൂത്താണെങ്കിൽ ചോളം പുഴുങ്ങാൻ കൊള്ളത്തില്ല. അപ്പോൾ അത് ഉണക്കാൻ വെച്ചു കേട്ടോ. ഉണക്കാൻ വെച്ച സമയമാകുമ്പോഴത്തേക്ക് മഴ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ മഴ ആയപ്പോൾ വെയിലത്തിടാനും പറ്റില്ല. അപ്പോൾ നമ്മുടെ അടുപ്പിൻ്റെ ചുവട്ടിലായിട്ട് ആ പുകക്കുഴലിൽ കെട്ടിത്തൂക്കി ഇട്ടേക്കുമായിരുന്നു ചോളമെല്ലാം. എന്നിട്ടിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ അകത്തുനിന്ന് മണികളൊക്കെ വേറെ ആക്കണം. അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് മണികളൊക്കെ ഒന്ന് വേറെ ആക്കി നന്നായിട്ട് ഉണക്കിയെടുത്ത് പൊടിപ്പിക്കണം. പൊടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോളത്തിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കാം.
പണ്ടൊക്കെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. പണ്ട് പശുവിന് കൊടുക്കാനൊക്കെ ആയിട്ട് ചോളം പൊടിപ്പിക്കുമായിരുന്നു. ആ സമയത്തൊക്കെ ഉപ്പുമാവ് ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോഴൊക്കെയാണെന്നുണ്ടെങ്കിൽ ചോളത്തിന് പുട്ടുപൊടിയൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ ചോളത്തിൻ്റെ. ഉപ്പുമാവ് റവയായിട്ട് അങ്ങനെ കിട്ടുമെന്ന് അറിയില്ല കേട്ടോ. ഉപ്പുമാവിന് വേണ്ടി പൊടിപ്പിച്ചിട്ട് കിട്ടുമെന്നൊന്നും അറിയത്തില്ല. ഇതൊക്കെ ഒന്ന് പൊളിച്ച് അടർത്തിയെടുക്കട്ടെ. ഇതൊരു കൊട്ട ചോളമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ നിന്ന് ഇനി അത് അടർത്തിയെടുക്കണേ. അതിന് മുന്നേ പറിച്ചതിൽ കുറച്ച് മൂത്ത ചോളവും ഒരു 5-6 അതും ഇങ്ങനെ ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ വീണ്ടും ഒരു 5-6 വിത്തിനും വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ചോളം നോക്കിയിട്ടേ. പിഞ്ച് ഒന്നും വിത്തിന് കൊള്ളത്തില്ല. അവിടെ തന്നെ നിന്ന് ഉണങ്ങിയതാണെങ്കിൽ നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ ചോളത്തിൽ അവിടെ തന്നെ നിർത്തി ഉണക്കുവാണെന്നുണ്ടെങ്കിലേ നനയ്ക്കാനൊന്നും പറ്റത്തില്ല. വിത്ത് നനഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയുക, മുളയ്ക്കും. അപ്പോൾ ഒരുവിധം നന്നായിട്ട് മൂത്ത് കഴിഞ്ഞപ്പോൾ ഒന്ന് ഉണങ്ങിയൊക്കെ വരാനായപ്പോഴാണ് പിന്നെ ലാസ്റ്റ് വിത്തിനുള്ളതൊക്കെ പറിച്ചെടുത്തത്. അല്ലാത്തൊക്കെ നമ്മൾ നല്ല മൂത്തപ്പോൾ തന്നെ പറിച്ചായിരുന്നു. ഇനി ഇളക്കിയെടുക്കണം ഇത്. ചോളം കുറേ കൈകൊണ്ട് ഇളക്കാൻ നോക്കിയേ, പക്ഷെ ഒരു രക്ഷയില്ല. നമ്മൾ അങ്ങനെ ഇളക്കുമ്പോൾ ഒട്ടും ആവുന്നില്ല. പിന്നെ ഒരു കത്തി കൊണ്ടുവന്നിട്ടൊന്ന് വയ്യ ഒന്ന് ഇളക്കി നോക്കിയിട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചുകൂടെ വേഗം ആവുന്നുണ്ടേ. ലാസ്റ്റ് വരുമ്പോൾ കൈ കൊണ്ട് ഇളക്കുവാണെങ്കിൽ എളുപ്പമുണ്ട്. ഇതെല്ലാം കൂടെ തിങ്ങിയിരിക്കുമ്പോഴേ ഭയങ്കര പാടാണ്. ഇടയിൽ നിന്ന് എവിടെന്നേലൊക്കെ ഒന്ന് കത്തി വെച്ച് ഇളക്കി കൊടുത്താൽ, കത്തി വെച്ചും തിരുമ്മിയൊക്കെ കേട്ടോ ഇളക്കിയെടുക്കുന്നത്. തിരുമ്മുമ്പോൾ കുറച്ചുകൂടെ എളുപ്പം വേഗം കിട്ടുന്നുണ്ട്. കത്തി വെച്ച് തന്നെ ആകുമ്പോഴും കുറേ സമയം എടുക്കുന്നുണ്ട്. ചോളം മൊത്തം നമ്മൾ അടർത്തിയെടുത്തേ. ഇനി നന്നായിട്ട് കഴുകണം. ചെറിയ പൂപ്പലി ഉണങ്ങാതെ ഇരുന്ന സ്ഥലത്ത് ചെറുതായിട്ട് പൂപ്പലും പിന്നെ അതിൻ്റെ പൊടിയൊക്കെ ഉണ്ട്. കൊട്ടയിലിട്ട് നന്നായിട്ട് കഴുകി കഴിഞ്ഞാൽ അത് പോകും. എന്നിട്ട് നമുക്കത് വെയിലത്തിട്ട് ഉണക്കി നന്നായിട്ട് ഉണങ്ങി വരുന്ന സമയത്ത് ഉണങ്ങി കഴിയുമ്പോൾ കൊണ്ടുപോയി പൊടിപ്പിക്കുക കേട്ടോ. ചീര അത് അരിഞ്ഞെടുക്കുക കേട്ടോ. ഒരുപാട് കട്ടിയൊന്നും ഇല്ലാതായിട്ട് അരിഞ്ഞെടുക്കുന്ന നല്ല തണ്ടുണ്ട്. ഒരുപാട് തണ്ടുണ്ട്. തണ്ടിന് ഒരുപാട് മൂപ്പില്ല. അതുകൊണ്ട് അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ തണ്ടെടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള തണ്ടാണ് കേട്ടോ. എന്തായാലും ഇത് അരിഞ്ഞിട്ട് കറി വെക്കാം. പരിപ്പ് ഇത് ഉള്ളിൽ വേവാനായിട്ട് വെച്ചിട്ടുണ്ടേ. പറമ്പിൽ നിന്നുള്ള വിറകുകളൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുവാണേ. മുകളിലത്തെ വിറകും കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ താഴത്തുള്ള വിറകാട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൊട്ടിക്കാൻ നമ്മൾ ഒരു മരം ഉണ്ടായിരുന്നു, പഴയ കൊള്ളില്ലാത്ത മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാവൽ, ആഞ്ഞിലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വിറകാക്കുവാണേ. അപ്പോൾ അത്യാവശ്യം വണ്ണമുള്ള തടി നമുക്ക് വിറക് അമ്മ പൊട്ടിച്ചെടുക്കുമായിരുന്നു. ഇപ്പം വണ്ടി വിളിച്ചിട്ടുണ്ട് ഇത് പൊട്ടിക്കാനായിട്ട് കേട്ടോ. അവർ രാവിലെ വരാമെന്ന് പറഞ്ഞു, പക്ഷെ അവർ രാവിലെ വന്നില്ല. അവരെല്ലാം ചുവന്ന മുകളിലോട്ട് കൊണ്ടിട്ടുകൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ പൊട്ടിക്കുന്നതിനനുസരിച്ച് അത് കൊണ്ടുവന്ന് അടുക്കുകയും കൂടെ വേണം. നമ്മുടെ ഇവിടുത്തെ ഈ ഉണ്ണേണ്ട പണിസാധനം വെക്കുന്ന ഷെഡുണ്ട്, അതിൻ്റെ പുറകിലോട്ടാട്ടോ വിറക് അടുക്കുന്നത്. മഴയൊക്കെ ആവുന്നതിന് മുന്നേ വിറകൊക്കെ ഉള്ളിടത്ത് അടുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലേ. മഴയൊക്കെ കൊണ്ട് കഴിയുമ്പോൾ വിറക് നാശമായി പോവും. മഴയത്ത് നമുക്ക് കത്തിക്കാൻ വിറകും ഇല്ലാണ്ടാവും. പുറത്ത് അടുക്കുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉണ്ണേൻ്റെ ആ പണിസാധനമൊക്കെ വെക്കുന്ന ഷെഡിൻ്റെ പുറകിലാണെന്നുണ്ടെങ്കിൽ ഷീറ്റുണ്ട്. പിന്നെ പറമ്പിലെടുക്കുന്നത് നമ്മൾ ഷീറ്റ് വെച്ച് മൂടണം. ടാർപ്പ എന്തെങ്കിലുമൊക്കെ വെച്ച് മൂടണം. ചെതൽ കയറാതെ പൊക്കിയൊക്കെ വെക്കണം. അപ്പോൾ അതൊക്കെ കാലൊക്കെ ഇട്ട് ഒരുവിധം ശരിയാക്കിയിട്ടുണ്ട്. ഷെഡിൻ്റെ പുറകത്തത് പിന്നെ കാലിട്ട് നേരത്തെ വെച്ചേക്കുന്ന ഒന്ന് റെഡിയാക്കിയാൽ മതി. ഇനി അവർക്ക് 10 മണിക്ക് ഒരു ഭക്ഷണം കഴിക്കും. ഉച്ചത്തേക്കാകുമ്പോഴത്തേക്ക് കറി വെക്കാം. ചീര മൊത്തം അരിഞ്ഞെടുത്ത് ചുവന്ന ചീരയും പച്ചച്ചീരയും ഉണ്ട്. നമുക്ക് കറി വെക്കാൻ എടുക്കാം. പിന്നെ കോവയ്ക്കയും കൂടെ അരിയാം കേട്ടോ. എന്നിട്ട് ഒരുമിച്ച് പോയിട്ട് കറി വെക്കാം. നന്നായിട്ട് മൂത്തു കിട്ടോ കോവയ്ക്ക. പഴുത്തിട്ടില്ല, പക്ഷെ മൂത്തു. ഒരുപാട് മൂക്കാത്തയാണ് നല്ലത്. നമ്മളോട് ഒരു 3-4 ദിവസം മുന്നേ മുതലേ പറഞ്ഞതാണ്. അപ്പോഴൊക്കെ പറിക്കുമായിരുന്നെങ്കിൽ കറക്റ്റായിരുന്നു. ഹോസ്പിറ്റലിൽ പോകണ തിരക്കൊക്കെ ആയതുകൊണ്ട് പിന്നെ പോയി പറിക്കാൻ പറ്റാതിരുന്നു. പരിപ്പ് കുക്കറിൽ വേവിച്ചിട്ടുണ്ടായിരുന്നേ. പരിപ്പും ചെറിയുള്ളി കാന്താരിയും കൂടി ഇട്ടിട്ട് പച്ചമുളക് കുറവായിരുന്നു. അപ്പോൾ അത് തോരനിലോട്ട് കോവയ്ക്ക മെഴുക്ക് വരട്ടാനായിട്ട് അതെടുത്തു. ഇത് കാന്താരി ചതച്ചിട്ട് വേവിച്ചിട്ടുണ്ട്. പരിപ്പ് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലോട്ട് ചീര ഇടുവാണ്. തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും കൂടെ അരച്ച് അരപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ.
എല്ലാം കൂടി ചേർത്ത് ഇളക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇരുന്നൊന്ന് വേവട്ടെ, അടച്ചു വെക്കാം. കടുക് വറക്കുവാണേ അതിലോട്ട് ചേർക്കാനായിട്ട്. കടുക് വറുത്തു. പിന്നെ ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടൊന്ന് വഴറ്റട്ടെ. കോവയ്ക്ക് സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ടേ. കോവയ്ക്കയിലോട്ട് ഇടുക. കോവയ്ക്ക് മെഴുക്ക് പുരട്ടി ഇതായിട്ടുണ്ട്. ഇത് കഴിക്കാൻ പോട്ടെ. കഴിക്കാൻ എടുക്കുവാണേ. കോവയ്ക്കാത്തോരനും മുളക് വറുത്തതും പിന്നെ ഇന്നലത്തെ കുറച്ച് മീൻ കറിയുടെ കുറച്ച് ചാറും ഒരു കഷ്ണം എടുത്തു. പിന്നെ ചീരക്കറിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. കറിയും തോരനൊക്കെ കുറച്ച് അധികമുണ്ട്. ഇനി കഴിക്കട്ടെ. എനിക്ക് മുരിങ്ങയിലയും ചീരയും ഇങ്ങനെ പരിപ്പിട്ട് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ കുറേ കഴിക്കും. മുരിങ്ങയിലൊക്കെ ചില സമയത്ത് ഇങ്ങനെ വെച്ചിട്ട് ഒരുപാട് കഴിക്കും. മുരിങ്ങയിലൊക്കെ തോരൻ വെക്കണതിനെക്കാട്ടും ഇഷ്ടം പരിപ്പിട്ട് വെക്കുന്ന. ചീര പിന്നെ തോരനാണേലും ഇഷ്ടം. എന്ത് പൊന്നും നോക്കുന്നേ? മുളക് വേണോ? മുളക് വേണോ കുഞ്ഞിന്? കഴിച്ചിട്ട് ഇനി കുഞ്ഞിൻ്റെ മേലൊന്ന് കഴുകി കൊടുക്കണം. അങ്ങനെ കഫക്കെട്ടുള്ളതുകൊണ്ട് തല കഴുകുന്നില്ല, മേല് മാത്രം ഒന്ന് കഴുകി കൊടുക്കട്ടെ. അത് ഉള്ളിൽ നിന്ന് തണുക്കാതെ വേഗം ഒന്ന് കഴുകി എടുക്കുക ചെയ്യാം. ഇപ്പോൾ അവനെ കൊണ്ടുവന്ന് ഇവിടെ കിടത്തിയിട്ടുണ്ടേ. കഴിക്കട്ടെ. നമ്മൾ കുറച്ച് കപ്പ പറിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അന്ന് അണ്ണനൊക്കെ വന്ന സമയത്തേ നമ്മൾ കപ്പ പറിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പുറത്തെ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട്. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 2 വീട് അപ്പുറത്താണ് കേട്ടോ ചേച്ചിയുടെ വീട്. ഇവിടെ വീടുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തൊട്ടടുത്തടുത്തല്ല കേട്ടോ വീട്. ഒരു കുറച്ച് സ്ഥലം, എല്ലാവർക്കും സ്ഥലം ഉള്ളതുകൊണ്ട് അത്യാവശ്യം ഗ്യാപ്പ് ഉണ്ടാവും. നമ്മുടെ വീടിൻ്റെ ഇവിടെ ഈ ഒരു ഭാഗത്ത് വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വീട് വരുന്നത് ഒരുപാട് ദൂരെയാണ് കേട്ടോ. തൊട്ട് താഴെ ഒരു വീടുണ്ട്. താഴ്ചയായിട്ട് വേറെ സ്ഥലമായതുകൊണ്ട് അങ്ങനെ വീട് വന്നേക്കുന്നത് കേട്ടോ. തൊട്ട് താഴെ എന്ന് പറഞ്ഞാൽ നേരെ താഴെയല്ല, അതും കുറച്ച് അപ്പുറത്തായിട്ട് കേട്ടോ വീട് വന്നേക്കുന്നത്. കുറച്ച് ഗ്യാപ്പുണ്ട്, എന്നാലും നമ്മുടെ 2 വീടിൻ്റെ അപ്പുറത്തായിട്ടുള്ളൊരു വീടാണ്. അപ്പോൾ അവിടെ പോയിട്ടാട്ടോ കപ്പ പറിച്ചെടുക്കുന്നത്. അവിടെ കപ്പയുണ്ട്. നമ്മൾ വാട്ടാനായിട്ടാട്ടോ പറിക്കുന്നത്, പുഴുങ്ങാനൊന്നും ആയിട്ടില്ല. കുറച്ച് കപ്പ നമ്മൾ കണ്ടത്തിൽ നട്ടിട്ടുണ്ട്, അതായിട്ടില്ല. നമുക്ക് ഈ അത്യാവശ്യം വെയിലുണ്ടല്ലോ ഇപ്പോൾ ഈ സമയത്ത്, അപ്പോൾ എടുത്ത് ഒന്ന് വാട്ടി വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം. നമുക്ക് എപ്പോഴെങ്കിലും വേണ്ട സമയത്ത് വാട്ടുകപ്പ പുഴുങ്ങുകയൊക്കെ ചെയ്യാം. നമ്മൾ ചിക്കനും വാട്ടുകപ്പയൊക്കെ പുഴുങ്ങി അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഒരു 10-30 കിലോളം കപ്പ നമുക്ക് പറിച്ചിട്ട് വരാം. പറിക്കുമ്പോൾ നോക്കാം കേട്ടോ. 20 കിലോയുടെ മുകളിൽ എന്തായാലും പറിക്കണം. പറിക്കുന്ന സമയത്ത് എന്നാലും നമ്മൾ വാട്ടും മുതലാകത്തുള്ളൂ. അപ്പോൾ എന്തായാലും പറിക്കാൻ പോവുകയാണേ. കപ്പ പറിക്കും കേട്ടോ. അന്ന് പറിച്ചെടുത്ത സ്ഥലത്ത് നിന്ന് തന്നെ ഒരുപാട് കപ്പയുള്ള പോലെ തോന്നുന്നില്ല. നമ്മളവിടെ ഒരു 2 ചൂട് പറിച്ചിട്ടുണ്ടായിരുന്നു. അതിലും കപ്പ 2-3 കിഴങ്ങൊക്കെ തന്നെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. നമുക്കൊരു 10-30 കിലോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് കപ്പ പറിക്കേണ്ടി വരും. പറിച്ചെടുത്ത കപ്പ വെട്ടിയെടുക്കുവാണേ. ഇത്ര കപ്പയായിട്ടാണ് ഉള്ളത്. നമുക്ക് കൊട്ടയിൽ കൊള്ളത്തില്ല, ചാക്കും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ചാക്കിൽ അരച്ചാക്കും പിന്നെ ഈ കൊട്ടയിലും ഉണ്ട് കേട്ടോ. ഇതിൽ കുറേ കുഞ്ഞതും വേരും തണ്ടും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കളയണം കേട്ടോ. കൊള്ളില്ലാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് തൂക്കി നോക്കണം. എത്ര കിലോ ഉണ്ടെന്ന് അറിയത്തില്ല കേട്ടോ. 30 കിലോ എന്ന് പറഞ്ഞ് പോയത്. പക്ഷേ കപ്പ് കുറവായതുകൊണ്ടേ ആ പറമ്പത്ത് മൊത്തം പറിച്ചാൽ ചിലപ്പോൾ 30 കിലോ ഉള്ളത്. നമ്മൾ കുറച്ചങ്ങ് പറിച്ചെടുത്തു, ഉള്ളത് മതി. മഴക്കാറും ഉണ്ടെന്ന്. കപ്പ പൊളിച്ചെടുക്കുവാണേ. കപ്പ മുറിക്കാതെ നീളത്തിൽ തന്നെയാണ് കേട്ടോ പൊളിച്ചെടുക്കുന്നത്. ചെറുതായിട്ട് അരിയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ചെറുതാക്കി കഴിഞ്ഞാൽ അരിയാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. നീളത്തിലാണെങ്കിൽ വേഗം അരിഞ്ഞെടുക്കാം.
ഒരുപാട് വണ്ണമില്ലാത്ത കപ്പയാട്ടോ. ഇതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കപ്പക്കിഴങ്ങ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനിയുള്ളത് ഇതിലും കുഞ്ഞ് കഷ്ണം വരെയുണ്ട്, ഇതുപോലത്തെ കുഞ്ഞുങ്ങൾ വരെയുണ്ട്. തീരെ ചെറുതൊക്കെയാണ്. മഴക്കാറും കയറുന്നുണ്ട് ഇടയിൽ കൂടെ. നമുക്ക് കപ്പയും കൂടെ ശരിയാക്കിയിട്ട് കഴുകി ഒന്ന് വെള്ളത്തിലിട്ട് വാട്ടിയിടണം. പിന്നെ ആ ചോളം അതും കഴുകി വെയിലത്തിടണേ. അതും കഴുകിയിട്ടില്ല. ചോളം കൂടെ ഉണക്കിയെടുക്കുവാണെങ്കിൽ കഴുകി ഒന്ന് വെയിലത്തിട്ട് ഉണക്കിയെടുത്താൽ കൊണ്ടുപോയി പൊടിപ്പിക്കാം. വെയിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ പോയി കപ്പ പറിച്ചത്, പിന്നെ തണലായി. മഴക്കാറ് കുറച്ചും കൂടുതലാണ് പറയണേ. കപ്പ എല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് കഴുകിയെടുക്കണം. നന്നായിട്ട് കഴുകിയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ പുഴുങ്ങാനായിട്ട് പോകുന്നതാണ്. അപ്പോൾ പുറമേ ഒരുപാട് മണ്ണുള്ളതങ്ങ് പോയി കിട്ടിയാൽ മതി. പിന്നെയുള്ളത് പുഴുങ്ങുന്ന സമയത്ത് ബാക്കി ചെളിയും മണ്ണൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോളൂ കേട്ടോ. എന്നാലും ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. വെള്ളം നന്നായിട്ടൊന്ന് ഒഴിച്ചിട്ടാണ് കഴുകിയെടുക്കുന്നത്. ഇനി കപ്പ നമുക്കിനി അരിഞ്ഞെടുക്കാം. കപ്പ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി കപ്പയൊന്ന് അരിഞ്ഞെടുക്കുവാണ്. അത് കട്ടി കുറച്ചിട്ടാട്ടോ അരിഞ്ഞെടുക്കുന്നത്. കപ്പ അരിഞ്ഞ് കഴിഞ്ഞു കേട്ടോ. ഒരു കൊട്ട കപ്പ നമ്മുടെ ഉണക്കാനിടുന്ന കൊട്ടയിൽ ഒരു കൊട്ടയോളം ഉണ്ട്. നമുക്കിനി വാട്ടാനായിട്ട് കൊണ്ടുപോവുകയാണേ. വേറൊരു കൊട്ടയിൽ കുറച്ച് കപ്പ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഉപ്പേരിക്കപ്പ ഉണ്ടാക്കാനായിട്ടാണ്. അതെന്താണെന്ന് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. വാട്ടുകപ്പയൊക്കെ വീട്ടിൽ പണ്ടാണേലും വാട്ടിയിട്ട് അത് പുഴുങ്ങിയിട്ട് കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കപ്പ ഉപ്പേരിക്കപ്പ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല. അമ്മയൊക്കെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. അത് ചെറുതായിട്ട് അരിയണ്ടേ അമ്മ? അങ്ങനെ വട്ടം മുറിക്കണം. അങ്ങനെ ഇതിനകത്ത് മുറിക്കുക. ഇത് നീളത്തിലരിയ. എന്നിട്ട് പിന്നെ അത് പിന്നെ ഇങ്ങനെ അരിയണം. ഇങ്ങനെ അരിക്കണം. അങ്ങനെ അരിയണോ? ഇങ്ങനെ അരിഞ്ഞിട്ട് പിന്നെ അത് ഇങ്ങനെ ഉരുളക്കിഴങ്ങൊക്കെ വറക്കുന്ന പോലെ അരിഞ്ഞെടുക്കാനല്ലേ? നല്ല പണിയാണല്ലോ. നല്ല പണി. അതല്ല ഇപ്പം ഞാൻ പറഞ്ഞത്. എന്തായാലും ആദ്യം ഇപ്പോൾ ഇത് വാട്ടിയെടുക്കട്ടെ കേട്ടോ. എന്നിട്ട് പിന്നെ അത് വാട്ടിയെടുക്കാം. ഇത് ചെറുതായിട്ട് അരിയുന്നതുകൊണ്ട് വേഗം വാടി കിട്ടുമായിരിക്കും. വെള്ളം തിളച്ച് തുടങ്ങി കേട്ടോ. അപ്പം നമ്മൾ കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. കപ്പ ഇപ്പോൾ തിളച്ചിട്ടുണ്ട്, ആയിട്ടുണ്ട്. ഇപ്പോൾ കോരാനായിട്ട് പോവുക കേട്ടോ. കൊട്ടയിലോട്ട് തന്നെ കേട്ടോ കോരുന്നത്. ഈ കപ്പയ്ക്ക് കറക്റ്റ് ഒരു പരുവുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ കോരി എടുക്കണേ. അതിന് രണ്ട് തവി വെച്ചിട്ടൊക്കെ കോരി നോക്കി. പക്ഷെ എന്നിട്ട് കുറേശ്ശെ കോരുമ്പോഴത്തേക്ക് പിന്നുള്ളത് വെന്ത് പോകാനുള്ള സാധ്യതയുണ്ട്. കറക്റ്റ് പരുവുണ്ട്. ആ പരുവത്തിന് തന്നെ കോരണം. പിന്നെ വലിയൊരു സ്റ്റീലിൻ്റെ പാത്രം കോരി എടുത്തു. രണ്ടാമതിൻ്റെ വേവിക്കാനുള്ളതും കൂടി ഇട്ടു. പിന്നെ നമ്മുടെ കപ്പ വാരിയെടുത്ത് വെയിലത്ത് കൊണ്ടുവന്നിട്ടു കേട്ടോ. പണ്ടൊക്കെ അമ്മയൊക്കെ ഒരുപാട് കപ്പ വാട്ടിയിട്ടുണ്ട്. അതൊക്കെ ഇവർ ഇങ്ങനെ കപ്പ രാത്രി വാട്ടിയിട്ട് വെറും മണ്ണ് അത് ചെത്തി വൃത്തിയാക്കി മണ്ണിലോട്ടായി അടിച്ചുറപ്പിച്ചിട്ടുണ്ടാകും. അവിടെ കൊണ്ടുപോയിട്ടിട്ട് ഉണക്കിയെടുക്കാമെന്ന് പറയുക. അത് അനക്കത്തൊന്നുമില്ല. പിന്നെ തുടങ്ങി വരുമ്പോഴത്തേക്ക് മണ്ണൊന്നും അതിൽ പിടിക്കില്ല എന്നാട്ടോ പറയുന്നത്. അതൊക്കെ വെയിലത്തിട്ട് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞിൻ്റെ തുണി അലക്കാനുണ്ടായിരുന്നേ. അപ്പോൾ അത് അലക്കാനായിട്ട് കൊണ്ടുവന്നു. പണിക്ക് ചേച്ചി വല്യമ്മയും ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അലക്കാനായിട്ട് നമുക്ക് പറ്റിയില്ല. അപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ട് അലക്കാൻ കൊണ്ടുവന്നേ. കുഞ്ഞിൻ്റെ 2-3 ടർക്കിയും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ അടുത്ത് കുറച്ച് ദിവസം ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്നത് അതും ഇതൊക്കെ ആയിട്ട് നല്ല ടർക്കികളൊക്കെ, അല്ലെങ്കിൽ ഞാൻ പഴയ ടർക്കികളൊക്കെ തന്നെ വീട്ടിലെടുക്കാറുള്ളൂ കേട്ടോ. പുതിയ ടർക്കികളൊന്നും എടുക്കലില്ല. അതൊക്കെ എടുത്ത് വെക്കുകയാണ് ചെയ്യുക. പഴയ ടർക്കികൾ എന്ന് പറയുമ്പോൾ തനുവിൻ്റെയൊക്കെ ടർക്കികളുണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമില്ലാത്ത ടർക്കികളൊക്കെ അതൊക്കെ തന്നെയാണ് കേട്ടോ വീട്ടിലെടുക്കലേ. പിന്നെ ഈ ടർക്കി എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞിന് വയ്യാണ്ട് വന്ന സമയത്തൊക്കെ അത്യാവശ്യം അങ്ങനെ പാലൊക്കെ കുടിച്ച് ഛർദ്ദിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ ആ ഒരു പാലിൻ്റെ ഇത് എങ്ങനെയായാലും ടർക്കിയിലുണ്ടാവും. നന്നായിട്ട് കഴുകിയെടുത്താൽ വൃത്തിയാകത്തുള്ളൂ കേട്ടോ. നമുക്ക് എന്താ പറയുക, കുഞ്ഞിൻ്റെ തുണികൾ തോട്ടി കൊണ്ടുവന്ന് കഴുകുകയാണെങ്കിൽ വേഗം വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും. അലക്കി വിടുന്നു ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതും പിന്നെ അലക്കി എടുത്തിട്ട് പോകുന്ന ഒരു സമയം കുറച്ച് വരും. പക്ഷേ എന്നാലും നന്നായിട്ട് വൃത്തിയാവുക തോട്ടി കൊണ്ടുവന്ന് അലക്കി കഴിയുമ്പോൾ തന്നെ കേട്ടോ. പിന്നെ കുറച്ച് ക്ലോത്ത് ഡയപ്പറുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വെള്ളത്തുണി കെട്ടിക്കൊടുക്കൽ ഒരു കുഞ്ഞായപ്പോൾ തന്നെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ക്ലോത്ത് ഡയപ്പറാട്ടോ യൂസ് ചെയ്യുന്നത്. അതും തനുവിനും യാമിക്കൊക്കെ വാങ്ങിയതുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അന്ന് തന്നെ ഒരു ഡയപ്പർ തനുവിന് ഞാനൊരു
2 വയസ്സൊക്കെ ആവാറായപ്പോൾ തന്നെ ഡയപ്പർ ഇടിക്കൽ നിർത്തിയിട്ടുണ്ടായിരുന്നേ. ആ സമയത്ത് അതൊക്കെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പകലൊന്നും ഇട്ട് കൊടുക്കില്ലായിരുന്നു, രാത്രി മാത്രമായിരുന്നു കേട്ടോ 2 വയസ്സൊക്കെ ആവുന്ന സമയത്ത് ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അത് പിന്നെ രാത്രി ശീലിപ്പിച്ചു, രാത്രി എഴുന്നേൽപ്പിച്ചുകൊണ്ട് മൂത്രമൊക്കെ ഒഴിപ്പിച്ച് അങ്ങനെയൊക്കെ ശീലിപ്പിച്ചിട്ട് ഡയപ്പർ ഇട്ട് കൊടുക്കണ്ടായിരുന്നില്ല. അതൊക്കെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഡയപ്പറൊക്കെ ഇപ്പോൾ കുഞ്ഞിന് ഉപയോഗിക്കുന്നുണ്ട്. കുറച്ച് തുണിയൊക്കെ 2 തുണി തന്നെ അലക്കിയുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് പോസ്റ്റ്മാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ മുകളിലോട്ട് കയറിപ്പോയിട്ടോ. അപ്പോൾ അമ്മേനെ പിന്നെ താഴോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഞ്ഞിന് പാൽ കൊടുക്കാൻ അവിടെ നിന്നു. സമയത്ത് പിന്നെ അമ്മ വന്നിട്ട് ബാക്കി തുണികളൊക്കെ അലക്കിട്ടോ. ഉണ്ണിയേട്ടൻ്റെ ഷർട്ട്, വെള്ള തുണികൾ, അങ്ങനെ ഉള്ള തുണികളൊക്കെ നമ്മൾ ഈ അലക്കാൻ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നല്ല തുണികളൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ തന്നെ കൊണ്ടുവന്ന് അലക്കും കേട്ടോ. ഈ ഒരു വേനൽക്കാലത്ത് ഇടയ്ക്കിടയ്ക്ക് മഴ കിട്ടുന്നതുകൊണ്ടേ തോട്ടിലങ്ങനെ വെള്ളം പറ്റ തീർന്നിട്ടൊന്നുമില്ല കേട്ടോ. അതാണ് മൊത്തത്തിലൊരു പച്ചപ്പൊക്കെയുള്ള. അല്ലെങ്കിൽ ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും മൊത്തം കരിഞ്ഞ് ഉണങ്ങി അങ്ങനെ ഒരു ഇതിലാട്ടോ. പക്ഷേ ഇപ്പം നമ്മുടെ മലയൊക്കെ ആണെങ്കിലും ഒരു പച്ചപ്പുണ്ട്. ഇപ്പോൾ തുണി അലക്കി തുടങ്ങിയപ്പോഴത്തേക്ക് തന്നെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് പോസ്റ്റ്മാൻ വന്നിട്ടുണ്ടായിരുന്നേ. എന്തോ ഒപ്പിട്ട് കൊടുക്കണം, മറ്റേ ബാഗിൽ നിന്ന് എന്തോ വന്നതാണ്. ഞാൻ തന്നെ ഒപ്പിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കയറി വന്നു. അപ്പോഴത്തേക്കും പിന്നെ വിശന്നു. പക്ഷേ ഇവൻ പാല് കൊടുത്തിട്ടാണ് പോയതേ. ഒരുപാട് കുടിച്ചൊന്നുമില്ല. അപ്പോൾ അവൻ കരഞ്ഞു. അപ്പോൾ ഞാൻ പാൽ കൊടുക്കാൻ പോയപ്പോൾ അമ്മ അലക്കിക്കൊണ്ട് വന്നു. മൊത്തം ഞാൻ നനഞ്ഞു കേട്ടോ. പിന്നെ ഇവനൊന്ന് മേല് കഴുകിയെടുത്ത്. ഒരു സമയമൊക്കെ ആകുമ്പോഴാണ് മേല് കഴുകുക. അത്യാവശ്യം ചൂടുള്ള സമയത്ത് തന്നെ, ഒരുപാട് തണുപ്പാവുന്നതിന് മുന്നേ കഴുകുക. അപ്പോൾ മേലും ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ ആൻറ്റിബയോട്ടിക് ഉണ്ട് കേട്ടോ. രാവിലെയും വൈകുന്നേരം ആൻറ്റിബയോട്ടിക് ഉണ്ട്. 10 ഡോസ് കൊടുക്കണമെന്ന് പറഞ്ഞേക്കുന്നത്. എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക ആൻറ്റിബയോട്ടിക്. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ വാശിയൊന്നുമില്ല. എന്തോ വെറുതെ കരഞ്ഞതാണ്. പിന്നെ ഒന്ന് ചെടിയൊക്കെ നനച്ചിട്ട് കുളിക്കാൻ പോട്ടെ കേട്ടോ. ചെടിയൊന്ന് നനയ്ക്കുവാണേ. മഴക്കാറുണ്ട്, ചിലപ്പോൾ മഴ പെയ്യുമായിരിക്കും. എങ്ങനെ പിന്നെ എപ്പോഴാണ് പെയ്യുക അങ്ങനെയൊന്നും അറിയത്തില്ല. ചെടിയൊന്ന് നനയ്ക്കട്ടെ. ഇതിൽ നമ്മുടെ ഇവിടെ ഒരു തെച്ചിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറേ നാളെ ഇവിടെ വളമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതങ്ങനെ നിൽക്കുക. ഇപ്പോൾ പൂവൊക്കെ വരുന്നുണ്ട് കേട്ടോ. 5-6 സ്ഥലത്തൊക്കെ ആയിട്ട് കമ്പുകളിൽ പൂവൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ചെടികൾ, ചെണ്ടുമല്ലിയൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ ഈ മാങ്ങാന്നാറി എന്ന് പറയില്ലേ, അതൊക്കെ നിൽക്കുന്നുണ്ട്. എത്രത്തോളം നന്നായിട്ട് വളർന്നു വരുന്നൊന്നും അറിയത്തില്ല. പിന്നെ പുല്ലും ഒന്ന് നനച്ച് കൊടുക്കും. അതിൽ പുല്ലിങ്ങനെ കരിഞ്ഞുണങ്ങിയൊരു ഒരു കളറായി പോവേ. അപ്പോൾ അതൊന്ന് വെള്ളമൊഴിച്ച് നനച്ച് കൊടുക്കും. ഈ പുല്ലൊന്നും മുറിച്ച് വിടാൻ പറ്റിയതല്ല. പക്ഷെ മുറിച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ വളർന്നു വരുമെന്നും അറിയത്തില്ല കേട്ടോ. നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ഈ പുല്ല് ഇതിൽ പിടിപ്പിച്ചിരിക്കുന്നത്. ഒരുപാട് ഒന്ന് പിടിച്ചു വരാൻ താമസം എടുത്തു കേട്ടോ. ഈ പുല്ല് ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്നതായതുകൊണ്ടേ ഫുള്ളായിട്ട് അങ്ങനെ പിടിക്കുന്നുണ്ടായിരുന്നില്ല. അടുത്തടുത്തടുത്തായിട്ട് വെച്ച് കൊടുത്തു. പക്ഷേ എന്നിട്ടും അതിങ്ങനെ പിടിച്ച് മൊത്തം ഒന്ന് കവറായി വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം അത്യാവശ്യം നല്ല കട്ടിക്കാണ് നിൽക്കുന്നത്. അടിയിൽ അതിൻ്റെ പഴയ പുല്ലൊക്കെ നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ ഒന്ന് വെട്ടി നന്നായിട്ടൊക്കെ ചിലപ്പോൾ വളർന്ന് വരുമായിരിക്കും. പറ്റുക നോക്കണം കേട്ടോ. മണ്ണൊക്കെ ഉണ്ട്, നമുക്ക് അതുകൊണ്ട് വെട്ടി വിടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. വെട്ടിവിടാൻ പറ്റുമോ നോക്കണം. നമ്മുടെ മീൻകുളത്തിൽ ഇച്ചിരി വെള്ളം വരുന്ന കുറേ ഗപ്പികളുണ്ട്. വെള്ളത്തിൻ്റെ കളറൊക്കെ പച്ച കളറ്. പെണ്ണ് കിട്ടണ ഇലയും കണ്ണി കണ്ട എല്ലാം കൊണ്ടുവന്നിട്ട് അതിൽ ഒഴിച്ചോ. ഇതാ തെച്ചിക്ക് ഒഴിച്ചോ കേട്ടോ. ഇലയും എന്തൊക്കെ കിട്ടും അതൊക്കെ കൊണ്ടുവന്ന് മീൻകുളത്തിലിടും. പിന്നെ ഈ ഇതിൽ നിന്നും ചപ്പ് വീഴുന്നുണ്ട്, മുകളിൽ നിന്ന് ചീമക്കൊന്നയുടെയൊക്കെ ചപ്പ് വീഴുന്നുണ്ട്. വെള്ളം മാറ്റി കഴിഞ്ഞാൽ എന്തായാലും ഇത് കുറേ ഗപ്പി ചത്തുപോകും. ഞങ്ങളങ്ങനെ വെള്ളം മാറ്റുന്ന സമയത്ത് എങ്ങനെ ഇല ചത്തു പോകുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം കുറേ നാളായിട്ട് മാറ്റിയിട്ടില്ല. ആമ്പലും കൂടെ ഉണ്ടായിരുന്നപ്പോൾ കുറച്ചുകൂടെ അഴുക്കാവുമായിരുന്നു. അപ്പോൾ ആമ്പൽ വേറൊരു പാത്രത്തിൽ ഇട്ടിട്ടാണ് അതിൻ്റെ അകത്ത് വെച്ചേക്കുന്നത്. നമ്മൾ ഈ ഒരു തിണ്ടിലും അതേപോലെ പുല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ പിടിച്ച് ഒരുപാട് താമസം എടുക്കുവേ. ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. നനച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. ഇതേപോലത്തെ ഒരു തിണ്ടായിരുന്നു കേട്ടോ അവിടെയും. പിന്നെ അവിടെയെന്ന് വെച്ചാൽ കുറച്ച് മണ്ണ് ഇളകിയതായിരുന്നു. ഇത് പിന്നെ മണ്ണിളക്കമൊന്നുമില്ല. വെച്ച് കൊടുത്തിട്ടുണ്ട്. പിടിച്ച് വരുമോ നോക്കാം. നനച്ചും കൊടുക്കാം. ചെടിയൊക്കെ നനച്ച് കുളിക്കാൻ പോയിട്ടോ. കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇങ്ങനെ ഞങ്ങൾ സിനിമ കണ്ടു കേട്ടോ. എല്ലാവരും കൂടെ സിനിമയൊക്കെ കണ്ടിട്ട് ഭക്ഷണം കഴിച്ച് കിടക്കാനായിട്ട് പോവുകയാണ്. താനും ഉറങ്ങി, അമ്മയച്ചയും കിടന്നു. കുഞ്ഞ് അവൻ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് നേരം അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. കുഴപ്പമൊന്നുമില്ല. അവൻ നമ്മൾ ഉറങ്ങിയാലും അവന് കുഴപ്പമൊന്നുമില്ല. അവൻ കളിച്ചുകൊണ്ടിരുന്നോളൂ.
പിന്നെ ഉറക്കം വരുന്ന സമയമാകുമ്പോൾ അല്ലെങ്കിൽ ആ സമയത്ത് മാത്രം ഒന്ന് കിണങ്ങും. അപ്പോൾ നമ്മൾ എങ്കിൽ തൊട്ടിലിട്ട് ആട്ടണം. ചിലപ്പോഴേ പാല് കുടിക്കത്തുള്ളൂ കേട്ടോ. ഒന്ന് പാല് കുടിച്ച് കഴിഞ്ഞാൽ ഉറക്കം വരുമ്പോൾ ചിലപ്പോൾ പാല് വേണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ അങ്ങനെ പാല് കൊടുത്താലും കുടിക്കാണ്ട് കിടന്നുറങ്ങും. നമ്മളൊന്ന് എടുക്കണം, നല്ല തൊട്ടിൽ കിടത്തി ആട്ടണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. തൊട്ടിലിൽ കിടത്തിയിട്ട് വല്ലപ്പോഴും ഉള്ളൂ കേട്ടോ ഇങ്ങനെയൊന്നും പാല് കുടിക്കാനൊന്നും ശ്രമിക്കുക, എന്നിട്ട് അങ്ങനെ വിട്ടിട്ട് കിടന്നുറങ്ങുകയൊക്കെ ചെയ്യുക. നിർബന്ധമൊന്നുമില്ല. അവന് വയറെന്ന് പറഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് നമ്മളൊന്ന് പാല് കൊടുക്കാമെന്ന് വെച്ചാൽ അവൻ കുടിക്കത്തൊന്നുമില്ല. അപ്പോൾ അതിന് കിടക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.